ആ ബാസേ ഡൈ നീ കല്യാണത്തിന് പറഞ്ഞ എടാ എൻ്റെ ഫ്രണ്ടിൻ്റെടാ ഉച്ചക്കട ബാബുരാജിൻ്റെ എടാ നിൻ്റെ അടുത്ത് പണ്ട് ഞാൻ പറഞ്ഞോണ്ട് അവനെ പറ്റി ഓ കല്യാണം കൊല്ലത്ത് ആ എടാ രാവിലെ ഞാൻ 4 മണിക്ക് പോകും നീ ഒരു 3 മണിക്ക് അടിക്കണം നീ ഇവിടെ വാ എടാ ബസ്സിലേക്ക് ഞാൻ എടുത്തോളടേ ഇതേ സാധനം കാണുന്നോ പിന്നെ സാധനം കാണാതെ സാധനം ഇഷ്ടംപോലെണ്ടാ നീ വാ ആ ബ്രാൻഡായിരുന്നു എനിക്ക് പറയാം വല്ലവരും വാങ്ങിച്ചേർന്ന സാധനം ഞാൻ നിന്റെ ബ്രാൻഡ് അറിയണത് നീ അടിക്കൂലേ നീ ഓക്ക ആ ആ ആ ആ 4 ലോഡ് സിമൻറ്റ് 3 ലോഡ് 4 സവണ് സിമൻറ്റ് 3 ലോഡ് മണ്ണ് വന്ന് ആ ശരി ഓക്കെ എല്ലാം ക്ലിയറായിട്ട് പോകണുണ്ടല്ലോ നവാസേ സൈഡിലെ കാര്യങ്ങൾ നോക്കിക്കോണം നീ കാല് വയ്യ അതുകൊണ്ടാണ് വരാത്തത് അജിന് പോടേ ഒരു കാര്യം നവാസെടുത്ത് പറഞ്ഞാൽ നവാസ വിളിച്ചത് ഓ നവാസ് വിളിച്ചു പാവ നവാസ് അല്ലേ വീട്ടിൽ കിടന്ന് ഉറങ്ങുണ്ടാവും ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ബാസിട്ടനല്ലേ വിളിച്ചത് ബാസിട്ടനല്ലേ വിളിച്ചതെന്ന് ഞാൻ ബാസി വിളിക്കുന്നത് ഞാൻ അത് 2 ഷർട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ 2 ഷർട്ട് എന്തിനാ എടീ ഇവിടുന്ന് വിട്ടുണ്ടോ ഒന്ന് പിന്നെ അവിടെ കല്യാണത്തിന് ഇട്ടണ്ടടി ഇവിടെ നിട്ടുണ്ടോ ആ അപ്പൊ മുണ്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ മുണ്ടിലാ പോകും അതാണ് ഓ അപ്പൊ കല്യാണത്തിന് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുമായി അതെ എടുക്കപ്പെട്ട് നിൽക്കുകയാണ് അപ്പോ കല്യാണത്തിന് പോയി അടങ്ങുള്ളൂ കല്യാണത്തിനുണ്ട് ഉറപ്പിച്ച് എന്താ അച്ഛൻ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചത് എന്തെന്ന് അച്ഛൻ കല്യാണത്തിന് പോകാൻ തീരുമാനിച്ചു തീരുമാനിച്ചാ അച്ഛൻ എന്തിന്റെ കുഴപ്പം അച്ഛന് കാല് വയ്യാത്തല്ല അടയ്ക്കൊന്നും വീട്ടിലിരിക്കാൻ പാടില്ല അച്ഛന് എടീ നീ ഇക്കണ്ട കല്യാണം കുഴപ്പമുള്ള തള്ളയോടെ നീ പോണല്ല അതിന് കുഴപ്പമൊന്നുമില്ലേ അച്ഛൻ വാഴപ്പിക്കാൻ നോക്കണ്ട അച്ഛൻ നടക്കൂല അച്ഛൻ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം അച്ഛൻ ഇവിടുന്ന് കല്യാണത്തിന് പോയാ ഇവിടെ നടക്കാൻ പോണ പുകില് വേറെയാണ് നീ കാണില്ലേ പിള്ളേർ എന്നിട്ട് വരുന്നത് ഇതെന്തോന്ന് വരെ എന്നിട്ട് ബഹുമാനം വരെ പേടിയില്ല പിള്ളേർക്ക് ഞാനൊരു കാര്യം പറയട്ടെ കല്യാണത്തിന് പോകണ്ടെന്നോ പോകണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത് നിങ്ങളെ മാത്രം ഇഷ്ടമാണ് പക്ഷേ നിങ്ങളുടെ കാലിൻ്റെ കാര്യം നോക്കേണ്ടത് നിങ്ങളാണ് എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം കാര്യമല്ല പറഞ്ഞത് കാലിൻ്റെ കാര്യം നോക്കേണ്ടത് നിങ്ങളാണെന്ന് പിന്നെ കുട്ടികളുടെ കാര്യം അവർ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല അവർ പറഞ്ഞത് കറക്റ്റ് കാര്യം കുട്ടികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം കറക്റ്റാണ് അതുകൊണ്ട് 2 കൂട്ടരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല 2 കൂട്ടരും അവരൊറ്റ വഴി അല്ലെങ്കിലും പണ്ട് അതിൻ്റെ സ്വഭാവമാണല്ലോ 2 കൊല്ലത്ത് കാല് കെട്ടിയിട്ട് വീഴാതെ നീ ഇവിടെ നിന്നുകളായി ഇനി എന്നെ കുറ്റം പറഞ്ഞോ ഇനിയിപ്പോൾ അതല്ലേ ബാബു ഇപ്പം വിളി തുടങ്ങും ഞാൻ ഇന്നേ ചെല്ലണമെന്നാണ് അവൻ പറഞ്ഞത് ഇനിയിപ്പോൾ അതിന് വേണ്ടിയായിരിക്കും അവൻ ബഹളം ഉണ്ടാക്കണം അവിടെ അത് കുഴപ്പമില്ല അച്ഛൻ്റെ കൂട്ടുകാരെ വിളിക്കുമ്പോൾ അച്ഛൻ എൻ്റെ തന്നാൽ മതി നീ എന്താ ഞാൻ പറഞ്ഞോളാം നീ എന്താ പറയടാ അച്ഛന് കാലൊട്ടും വയ്യ അതുകൊണ്ട് അങ്ങളെ വരാൻ പറ്റത്തില്ലെന്ന് പറയും അത് തന്നെ ഇവൻ ആ ബാബുങ്ങളോട് തഞ്ചത്തിൽ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളും അതിനിവൻ മിടുക്കനാണല്ലോ അവിടെ കല്യാണത്തിന് പോകാൻ എനിക്ക് ഞാൻ തിടുക്കപ്പെട്ട് അങ്ങനെ തഞ്ചത്ത് കാര്യം അവതരിപ്പിക്കാൻ ഭയങ്കരമായിട്ട് തിടുക്കപ്പെട്ട് നിൽക്കുവാടാ എടാ ഇത് പഴയ ആൾക്കാരൊക്കെ ഒരുമിച്ച് കാണാൻ കിട്ടുന്ന വലിയൊരു അവസരമുണ്ടേ ഇതൊക്കെ വർഷങ്ങൾക്ക് ഒരിക്കൽ സംഭവിക്കണം അപൂർവ സംഗമമാണ് അപൂർവ കാര്യമാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന അപൂർവ ഒരു കാര്യം പിന്നെ ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം ഒറ്റ വരി വന്ന് നിൽക്കില്ലേ ഇത് പോച്ചാടും എടാ കാശു നീ പടം കാണിച്ചിട്ട് എടാ മക്കളെ കാശു എനിക്ക് ഇവിടെ ആകപ്പാട് ടെൻഷൻ അവിടെയാണെങ്കിൽ ടെൻഷൻ സൈറ്റിൽ പറഞ്ഞയാൾ അപ്പോഴാണ് എനിക്ക് എല്ലാവരും കാണുമ്പോൾ എൻ്റെ ഞാൻ റിലാക്സ് ആവും മനസ്സിലുള്ള ഒരു മുറുക്കൊക്കെ പിരിമുറുക്കൊക്കെ അങ്ങ് പോകും അതുകൊണ്ടാണ് ഞാൻ പോകണമെന്ന് പറയണത് ആദ്യം അച്ഛൻ്റെ മുട്ടിലെ പിരിമുറുക്കൊക്കെ ഒന്ന് അഴിയട്ടെ എന്നിട്ട് പോയാൽ മതി രച്ചുവേ നിന്റെ അഭിപ്രായം കുടിപ്പളത്ത് ഇവിടുത്തെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട കേട്ടെടുത്തോളാം മതി കേട്ടാ ആഹാ എന്റെ പൈസ വേണം പക്ഷെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അല്ലേ അച്ഛാ ഈ കാര്യത്തിൽ അച്ഛൻ്റെ ഒരടവും ഇനി നടക്കില്ല ഞാൻ ഇപ്പോൾ വൈകിട്ട് പോയിട്ട് 5-6 hour പാല് മേടിച്ച് ഫ്രിഡ്ജ് വെക്കാൻ നമ്മൾ നോക്കിയോ അച്ഛൻ ഇനി പാല് മേടിക്കാന്നല്ല ഒരു കാര്യത്തിന് ഈ കാല് റെഡിയാവുന്ന വരെ ഈ വീട്ടിൽ ഇറങ്ങണ്ട എൻ്റെ വീട്ടിൽ ഇറങ്ങണ്ടടാ മുറിക്കാതെ പൂട്ടടാ എനിക്കൊന്നും വേണ്ട എനിക്ക് വിശക്കുമ്പോൾ ഞാൻ തട്ടാം അപ്പം ജനലിൽ കൂടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് എടാ കേശവ് നല്ല ഐഡിയ ആണല്ലേ ഒരു കാര്യം ഞാൻ പറയാം വയസ്സാണെന്ന് പറഞ്ഞോണ്ട് എന്നെ കൂടുതൽ ഭരിക്കണ്ടല്ലോ ഞാൻ തൂക്കരുത് നിലത്തടിക്കും ഞാൻ അത് കുഴപ്പമില്ലേ ബാലു പിള്ളേർ ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കത് കേൾക്കാൻ വയ്യേ എന്തായാലും അവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ പോകണ്ട കേട്ടോ അത് ശരിയാവില്ല എനിക്കെന്തോ ഒരു പേടി പോലെ സൈക്കോളജിക്കൽ മൂവ്മെന്റ്സ് എന്നാ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇന്ന് പോകും ഞാൻ ഇതിനാണ് അഹങ്കാരം എന്ന് പറയണേ അച്ഛൻ ആ ഒരു കാര്യം പറയാം അച്ഛൻ എന്തൊക്കെ പറയാലും ശരി അച്ഛൻ ഈ വീട് വിട്ട് പുറത്തോട്ട് പോവില്ല ലച്ചുവാണ് പറയണേ ആണോ പോകൂലേ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യാൻ പോണ് പോടാ അവരെ എടാ നിങ്ങളൊക്കെ വന്ന അവിടെ ആണാ എടാ ഞാൻ ഇന്ന് രാത്രി വരും എടാ എനിക്കൊരു റൂം ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ടാ ഓക്കെടാ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ആ ശരിടാ ഓ
ആ ഓക്കെ കാല് കയറി ഇവിടെ ഇവിടെ ഓക്കെ ശരി 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 നിന്റെ അച്ഛനല്ലേ നീയൊക്കെ പറഞ്ഞനുസരിക്കാറില്ല.